അതിശക്തമായ മഴയാണ്. പ്രകൃതി പോലും കരയുന്നുവെന്ന് കാൽപ്പനികമായൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത്തരം എല്ലാ കാൽപ്പനിക ഭാവങ്ങൾക്കും അപ്പുറം ഒരു ചെങ്കൊടി അവിടെ ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ചെങ്കൊടിയുടെ താഴെയാണ് ഈ കഴിഞ്ഞ കാലമത്രയും ആ മനുഷ്യൻ ഉറപ്പോടെ ജീവിച്ചത്. ആ ചെങ്കൊടി ഇന്ത്യയാത്രയിലും VS എന്ന ജനകീയ നേതാവിന് തണലേകുകയാണ്. കനത്ത മഴയൊന്നും കൂസാതെ അവിടെ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. അവരൊക്കെയും പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒന്ന് കാണാനായി കാത്തു നിൽക്കുകയാണ്. പക്ഷെ അവരെല്ലാവരും ഈ വലിയ ചുടുകാട് ആ ഗ്രൗണ്ടിന് പുറത്താണ്. പക്ഷേ അകത്തേക്ക് കടക്കാൻ പോലും സാധിച്ചില്ലെങ്കിലും ഒന്ന് കണ്ടാൽ മതി, അതിനൊന്ന് സാക്ഷിയായാൽ മതി, ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഒരു നിമിഷം അതിനോടൊന്ന് ചേർന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ്. അത്രമേൽ വലിയ സ്നേഹം ആ മനുഷ്യനോടുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. ശരത്ത്, കനത്ത മഴയുണ്ട് ശരത്ത്. നമ്മൾ ഇത്രയും നേരം മഴയുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഇത് കനത്ത മഴയാണ്. ആളുകളൊക്കെയും ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഗേറ്റ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. പൊതുജനങ്ങളൊക്കെ പുറത്താണ്. അവരെ അകത്തേക്ക് കയറ്റി വിടുമോ? പൊതുജനങ്ങളൊക്കെയും കാത്തു നിൽക്കുന്നത് ആ ചുവന്ന ഗേറ്റിന് പുറത്തായാണ്. പ്രിയപ്പെട്ട നേതാവിനെ നെഞ്ചേറ്റുവാങ്ങാനായി കാത്തിരിക്കുകയാണ്. ആ മണ്ണ് എത്രയെത്ര രക്തസാക്ഷികളുടെ, എത്രയെത്ര പോരാളികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഭൂമി കൂടിയാണിത്. അവിടെ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ നേതാവിനെ കൂടി ഏറ്റുവാങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ആ മണ്ണ്. അവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന രണ്ടക്ഷരം, അത് VS എന്നതാണ്. ആ അക്ഷരം കേരളത്തിൻ്റെ പോരാട്ട ഭൂമിയിൽ ചുവപ്പക്ഷരത്തിൽ, ചുവപ്പ് നിറത്തിൽ കൊത്തിവെച്ചിട്ടുള്ളതാണ്. ആരാലും മായ്ച്ചു കളയാൻ സാധിക്കാത്ത തരത്തിൽ കൊത്തിവെച്ചിട്ടുള്ളതാണ്. അതിനു മുകളിലായി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന VSൻ്റെ ഒരു ചിത്രവും നമുക്ക് കാണാം. ആ ചിത്രം, ആ രൂപം, ആ മുഖം എങ്ങനെ മറക്കാനാണ് നമ്മൾ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉയർത്തിയ രക്തപതാക അതിങ്ങനെ ചെങ്കടലായി മാറിയത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും നമ്മൾ കാണുകയും ചെയ്തത് പ്രിയപ്പെട്ട VS. വലിയ ചുടുകാട്ടിലേക്ക് ആ വിലാപയാത്ര നീളുന്നത് നമ്മൾക്ക് കാണാം. അതിനെ അനുഗമിക്കുന്നുണ്ട് ചില വാഹനങ്ങൾ. ഇത്ര വലിയ കോരിച്ചൊടിയുന്ന മഴയാണ് എന്ന് കാണാവുന്നതാണ് നമുക്ക്. പക്ഷേ അതൊന്നും ആർക്കും തടസ്സമാകുന്നില്ല. സമര നേതാവിൻ്റെ അവസാനത്തെ യാത്രയ്ക്ക് ഏതെങ്കിലുമൊക്കെ നിലയിൽ ഒപ്പം ചേരാനായി കാത്തു നിൽക്കുന്നവരാണ് ആ മനുഷ്യരൊക്കെയും. ഈ യാത്ര, ഈ നിമിഷങ്ങൾ, അത് കേരളത്തിൻ്റെ ഏറ്റവും സുവർണ ചരിത്രമാണെന്ന് അവിടെ കൂടി നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷേ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട്. VSന് ആ ചിരിക്കുന്ന മുഖം, VSൻ്റെ ചിരിക്കുന്ന മുഖം കാണാനായി ഇനി സാധിക്കില്ല എന്നോർക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട്. പക്ഷേ VS ഉയർത്തിയ ആശയങ്ങൾ, VS ഉയർത്തിയ മൂല്യങ്ങൾ, അത് എത്ര കാലത്തോളം ഇങ്ങനെ കെടാതെ കാത്തിരിക്കുന്നുണ്ട് ഈ നാടിനു വേണ്ടി എന്നോർക്കുമ്പോൾ VS നിങ്ങൾ ഒരത്ഭുത മനുഷ്യനായിരുന്നുവെന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ വിപ്ലവ സൂര്യൻ്റെ അവസാനത്തെ ചുവപ്പ്, അന്തിച്ചോപ്പ് നമ്മൾ കാണുകയാണ്, വിടവാങ്ങുകയാണ്. ആ മനുഷ്യൻ ഈ നാടിനോട് വിട പറയുക കൂടിയാണ്. എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ, SRP നമുക്ക് കാണാം, MA ബേബി, CPMൻ്റെ ജനറൽ സെക്രട്ടറി, അങ്ങനെ എല്ലാ മുതിർന്ന നേതാക്കളും അവിടെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വലിയ ചുടുകാട്ടിലേക്ക് ആ വിലാപയാത്ര എത്തുകയും ചെയ്യും. ചേർത്ത് ഈ മൈതാനത്ത് നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്ന വേളയിലും ആളുകളൊക്കെ വലിയ തരത്തിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. പക്ഷേ കനത്ത മഴ പെയ്തപ്പോൾ ഒരുപക്ഷെ അവർ അവിടെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മഴ നനയാതെ മാറി നിന്നിട്ടുണ്ടാകുമെന്ന് കരുതി. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ശരത്ത്, ചിലരുടെയൊക്കെ കയ്യിൽ കുടയുണ്ട്, മറ്റു ചിലർ ആ മഴ നനഞ്ഞു കുതിർന്നിങ്ങനെ കാത്തു നിൽക്കുന്നു. അതൊന്ന് കണ്ടാൽ മതി, ആ നിമിഷത്തിനും സാക്ഷ്യം വഹിച്ചാൽ മാത്രം മതി. എത്ര സമയം കൂടി എടുക്കും ഇവിടേക്ക് എത്താനെന്നാണ് കരുതുന്നത്? അതെ, അസിത പറഞ്ഞതുപോലെ ഈ മനുഷ്യരൊക്കെ ഈ വലിയ ചുടുകാടിൻ്റെ 4 പാടും അതിൻ്റെ മതിലിന് ചുറ്റിലും അതിൻ്റെ ഗ്രില്ലുകൾക്ക് ചുറ്റുമായി ഇടം പിടിച്ചിരിക്കുകയാണ്. മഴ നനഞ്ഞ് ആ ഗ്രില്ല് പിടിച്ച് അങ്ങനെ ആ മഴ നനഞ്ഞ് നിൽക്കുകയാണ്. അതിലൂടെ ആ ഗ്രില്ല് പിടിച്ച് നിൽക്കുകയാണ്. അവർക്ക് ഒരു നോക്ക് കാണാൻ ഈ നിമിഷങ്ങൾ തങ്ങൾക്ക് കാണണം. VS ഒരു വലിയ പോരാളി, ഒരു നൂറ്റാണ്ട് പിന്നിട്ട സമര ജീവിതമായിരുന്നു VS അച്യുതാനന്ദൻ. ആ പോരാട്ടം അവസാനിക്കുമ്പോൾ ആ പോരാട്ടം വലിയ ഓർമ്മയായി, വലിയ ആവേശമായി ഭാവി കേരളത്തെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും മാറുമ്പോൾ ആ നിമിഷങ്ങൾ, അനശ്വര നിമിഷങ്ങൾ കാണണം എന്ന വാശിയോടെ തന്നെ പെരുമഴയത്തും
ഇങ്ങനെ CPIM പ്രവർത്തകരൊക്കെയും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഞാനീ പറഞ്ഞത് വലിയ ചുടുകാടിൻ്റെ മതിലിന് ചുറ്റും ഗ്രില്ലുകളാണ്. നോക്കൂ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ കാണാമെന്ന് തോന്നുന്നു. റെയിൻകോട്ടൊക്കെ ഇട്ട് പെരുമഴയത്ത് വളരെ ആവേശത്തോടെ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾക്ക് കാണാം. അവൻ ക്യാമറ നോക്കി കൈവീശുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നത്. അച്ഛനമ്മമാർക്കൊപ്പം വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മനസ്സിലേക്ക് എടുക്കുന്ന ഒരു വലിയ ചിത്രമുണ്ടത്. അവരവരുടെ ഭാവി കാലത്തായിരിക്കും അതിൻ്റെ രാഷ്ട്രീയത്തെയും ഇത്തരം വലിയ പോരാളികളെയും കേരളത്തെ മാറ്റി തീർത്തതും തങ്ങളെ ഈ പറഞ്ഞ വിവേചനങ്ങളില്ലാത്ത ഏറ്റവും നല്ല അവസരങ്ങളുള്ള തലമുറകളാക്കി നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലവസരവും നല്ല ജീവിതാന്തരീക്ഷവും മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിക്കും വിധത്തിലേക്ക് മലയാളിയെ, കേരളത്തെ ഇത്രമേൽ ഉയർത്തിത്തീർത്ത ഒരു വലിയ പോരാട്ടം, ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത നെടുനായകരായ മനുഷ്യരുണ്ട്. അത് EMS ഉണ്ട്, AKG ഉണ്ട്, അതുപോലെ EK നായനാരുണ്ട്, സഖാവ് P കൃഷ്ണപിള്ളയുണ്ട്. ആദ്യം പറയേണ്ട പേര് തന്നെയാണ് സഖാവ് P കൃഷ്ണപിള്ള. അങ്ങനെയുള്ള ആ മഹാരഥന്മാരായിട്ടുള്ള ഉജ്ജ്വലന്മാരായിട്ടുള്ള നേതാക്കളുടെ പട്ടികയിൽ തങ്ങളുടെ കാലത്ത് തങ്ങളെ നയിച്ച VS അച്യുതാനന്ദൻ്റെ ഈ വിടവാങ്ങൽ അത് തങ്ങളുടെ കണ്ണുകളിലൂടെ മനസ്സുകളിലേക്ക് ചിരസ്മരണകളായി മാറേണ്ടതുണ്ട് എന്ന വലിയ ആവേശത്തോടെയും ബോധ്യത്തോടെയുമാണ് ഈ മനുഷ്യരാകെയും ഇവിടെ വന്ന് നിൽക്കുന്നത്. മഴയൊന്നും അവരുടെ ജീവിതത്തിൽ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾക്ക് വേണ്ടി മഴയും മഞ്ഞും വെയിലും കൊണ്ട പോരാളികളാണ് ഇവരൊക്കെ. അവർ നയിച്ച സമരങ്ങൾ, അവർ നേരിട്ട യാതനകൾ, കൊടും പീഡനങ്ങൾ, വലിയ മർദ്ദനത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനൊന്നും മുമ്പിൽ തലകുനിക്കാതെ പതറാതെ മുന്നോട്ട് പോയ ആ വലിയ പോരാട്ട വീരം, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദൻ കേരളത്തിന് മുമ്പിൽ എന്നും ഓർമ്മയോടെ ഉജ്ജ്വലമായി ജ്വലിച്ചു നിൽക്കുന്നത് ആ വിധത്തിലാകും. അങ്ങനെയുള്ള VS അച്യുതാനന്ദൻ അങ്ങനെ പുന്നപ്രവയലാറിൻ്റെ രക്തസാക്ഷികളുടെ, ഈ അനശ്വരരായ രക്തസാക്ഷികളുടെ ഈ മണ്ണിൽ അന്ത്യവിശ്രമത്തിനായി മടങ്ങി വരുമ്പോൾ സഖാവ് P കൃഷ്ണപിള്ളയ്ക്കൊപ്പം ഈ മണ്ണിലേക്ക് മടങ്ങി വരുമ്പോൾ, നിത്യവിശ്രമത്തിനായി അനശ്വരതയിലേക്ക് മാറുമ്പോൾ തങ്ങൾക്ക് കാണണം എന്ന വാശി തന്നെയാണ് ഈ മനുഷ്യരെ സംബന്ധിച്ചുള്ളത്. അതാണ് നമ്മൾ പുറത്തു കണ്ടത്. ഈ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നേതാക്കളൊക്കെയും ഇങ്ങനെ വന്നത്. മഴ നനഞ്ഞു നിൽക്കുന്ന റെഡ് വോളണ്ടിയർമാർ ഏറെ പാടുപെട്ട് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയാം, ഈ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ പുറത്തു നിൽക്കുന്ന മനുഷ്യരെല്ലാം ഇതിനോട് ഇടപെടേണ്ടതായേ വരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അകത്തേക്ക് നോക്കിയാൽ നേതാക്കളൊക്കെ, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ നേതാക്കളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വിലാപയാത്ര എത്തുമ്പോൾ സഖാവ് VSനെ ഏറ്റുവാങ്ങാനായി ആലപ്പുഴയിലെ CPIMൻ്റെ നേതാക്കൾ കാത്തു നിൽക്കുകയാണ്. അകത്ത് തൊട്ടപ്പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന മറ്റൊരു പന്തലിൽ അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, MV ഗോവിന്ദൻ മാസ്റ്റർ, VSൻ്റെ കുടുംബാംഗങ്ങൾ ഇവരെല്ലാം ഉള്ളത്. അതുപോലെ തന്നെ മറ്റു നേതാക്കളുള്ളത്, സംസ്ഥാനത്തെ മന്ത്രിമാരുള്ളത്, CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതുപോലെ തന്നെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ, മനുഷ്യർ, ജനാധിപത്യ വിശ്വാസികൾ, കേരളത്തെയും CPIMൻ്റെയും VS അച്യുതാനന്ദൻ്റെയും ഒക്കെ പോരാട്ടങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ ഇങ്ങനെ അകത്തും പുറത്തുമായി നിൽക്കുകയാണ്. ക്രമീകരണങ്ങൾ, കനത്ത മഴയത്തും ക്രമീകരണങ്ങളിൽ വളരെ വ്യക്തതയോടെ, ഒരു തരത്തിലും അതിലൊന്നും ഒരു പാളിച്ച പോലുമില്ലാതെ നമ്മളത് ഇന്നലെ കാണുന്നതാണ്. VSൻ്റെ മരണം അറിഞ്ഞ ഘട്ടം ആശുപത്രിയിൽ നിന്ന് നേരെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുവന്നത്. അന്നത്തെ ആ രാത്രിയിലെ തിരുവനന്തപുരം കാഴ്ചകൾ, ആ ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിൽ നിന്നും മായുന്നതല്ല. സൂചി ഇടാൻ ഇടമില്ലാത്ത വിധമുള്ള വലിയ നിലയിലുള്ള മനുഷ്യരുടെ ഒരു അറിഞ്ഞുകേട്ടുള്ള വരവായിരുന്നു. അവിടേക്ക് CPIMൻ്റെ നേതാക്കൾ, ഞാനിപ്പോഴും ആ ദൃശ്യം ഓർക്കുകയാണ്. VSൻ്റെ ആ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള VSനെയും കൊണ്ടുള്ള വരവിൽ ആ വഴിയരികിൽ CPIMൻ്റെ മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ആ വലിയ ജനക്കൂട്ടത്തിനൊപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവർക്ക് VSനെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് പഴയ AKG സെൻ്ററാണ്. VSൻ്റെ തട്ടകമാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും എത്രയോ പതിറ്റാണ്ടായി ഇടതുമുന്നണിയുടെ കൺവീനർ എന്ന നിലയിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന AKG പഠന ഗവേഷണ കേന്ദ്രം പഴയ AKG സെൻ്ററിലേക്ക് പോകുമ്പോൾ പാർട്ടി നേതാക്കളെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുന്നു. പാർട്ടി പ്രവർത്തകർ ആവേശഭരിതരായി അന്ന് വിളിച്ചു തുടങ്ങിയ മുദ്രാവാക്യങ്ങളുണ്ട്. അതിതുവരെ നിലച്ചിട്ടില്ല. അത് ഈ ചുടുകാട്ടിലെത്തി, ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലെത്തി നിൽക്കുമ്പോഴും ഇതുവരെയും നിലയ്ക്കാത്ത മുദ്രാവാക്യങ്ങൾ, അതൊരു ഉജ്ജ്വലമായ രാഷ്ട്രീയത്തിൻ്റെ, കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തിൻ്റെയും മുഖത്തിൻ്റെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെയും അതിശക്തമായ പ്രതിഫലനമാണ്. ഒരു മഴയ്ക്ക് മുലയ്ക്കാനാവാത്ത, ഒരു കാലാവസ്ഥയ്ക്കും തകർക്കാനാവാത്ത അതിശക്തമായ പോരാട്ടത്തിൻ്റെ പേരാണ്. അങ്ങനെ പോരാളികളുടെ പോരാളിയായിട്ടുള്ള VS അച്യുതാനന്ദനെ ആ വിധം ആവേശകരമായി യാത്രയയക്കുക, ആ രാഷ്ട്രീയത്തെ ഭാവി പോരാട്ടങ്ങൾക്ക് സമരഭരിതമായ നേതാവ്, ആ യോദ്ധാവ്, ആ പോരാളി സമരഭരിതമായ കാലത്തെ ആവേശഭരിതമായി തന്നെ വരും കാലത്തെ ഏറ്റെടുക്കാൻ കഴിയും വിധത്തിലേക്കുള്ള
രാഷ്ട്രീയ ആർജവമാണ് ഈ യാത്രയിലുടനീളം ഇന്നലെ രാത്രിയിലും പകലുമൊക്കെ ഞങ്ങൾ കണ്ടത്. അത് വളരെ ആവേശഭരിതമായി ഏത് കാലാവസ്ഥയിലും മുദ്രാവാക്യം വിളികളുമായി ഇങ്ങനെ കേരളത്തിൻ്റെ പാതയോരങ്ങളിൽ എപ്പോൾ വരുമെന്നറിയാതെ കാത്തു നിൽക്കുന്ന സ്ത്രീകളെ കണ്ടു, ചെറുപ്പക്കാരെ കണ്ടു, പ്രായഭേദമന്യ മനുഷ്യരെ കണ്ടു, ഇവരുടെയൊക്കെ കൈപിടിച്ച് വരുന്ന കുഞ്ഞു മക്കളെ കണ്ടു. അവരെല്ലാം അങ്ങനെ ഒരു കാഴ്ച ഈ കാലത്തെ ഒരു അത്യസാധാരണമായ രാഷ്ട്രീയ കാഴ്ചയാണ്. കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രത്യാശ പകരുന്നത് തന്നെയാണ് എന്നത് മറ്റൊരു കാര്യം. കാരണം രാജ്യം അങ്ങനെ വർഗീയതയുടെ പിടിയിൽ അമരുന്ന ഒരു കാലത്ത്, എതിരായ പോരാട്ടത്തിൻ്റെ അതിശക്തമായ ഒരു കാലത്ത് VS എന്ന് പറയുന്ന പോരാളി തങ്ങളുടെ ഭാവികാല പോരാട്ടങ്ങൾക്ക് എത്രമാത്രം കരുത്തു പകരും എന്ന ആവേശത്തെയാണ് അവർ ഓരോരുത്തരും അവരുടെ മനസ്സുകളിലും അവരുടെ മുഖങ്ങളിലും അവരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ കേട്ടത്.